Hold up. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിങ്ഡ് ഡ്രീംസ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് PicsArt ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോസൊക്കെ ഇട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. ചരിഞ്ഞൊന്നും നിന്നാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തില്ല. അതേപോലെ തന്നെ വെള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വെള്ള എന്ന് പറയുമ്പോൾ ഒരു സോളിഡ് ലൈറ്റ് കളർ, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എഡിറ്റിംഗ് പ്രോസസ്സിലേക്ക് കടക്കാം. അതിനുവേണ്ടി നമ്മൾ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആഡ് ഫോട്ടോ എന്ന് കൊടുത്തതിന് ശേഷം വിങ്സ് ഉണ്ടല്ലോ, വിങ്സ് നമ്മൾ എടുത്തിട്ട് അതിലോട്ട് ആഡ് ചെയ്യണം. ഈ വിങ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നല്ല സൂമാക്കിയ ശേഷം നമ്മൾ എന്തേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴോട്ട് പോയിട്ട് ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ബ്ലെൻഡിൽ നമ്മൾ ഡാർക്കനാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ മൾട്ടിപ്ലൈ ആണ് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഡാർക്കൻ ആക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ അത് ചെയ്യുമ്പോൾ ആ ഒരു റിങ് ഉണ്ടല്ലോ, ആ റിങ് നമ്മുടെ തലയ്ക്ക് മീതെ ആണെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് വേറൊരു ഫോട്ടോ വീണ്ടും ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ഇറേസർ ടൂൾ എടുത്ത ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉള്ളിലോട്ട് വന്നേക്കുന്നത് നമ്മൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മാച്ച് കളഞ്ഞ ശേഷം നമ്മൾ വീണ്ടും റീസ്റ്റോർ എന്ന ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നതായിരിക്കും. കണ്ടില്ലേ, ഞാൻ ആ റിങ് ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്, എന്ന് വെച്ചാൽ ഇറേസ് ചെയ്ത് കളയുവാണ്. അതിനുശേഷം ഞാൻ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഞാൻ വീണ്ടും ഡാർക്കൺ ആക്കുവാണ്. ഡാർക്കൺ നമ്മളാക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇനി നമ്മൾ വീണ്ടും ആഡ് ഫോട്ടോ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ സെയിം പിക്ചർ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സൂം ആക്കിയ ശേഷം നമ്മൾ ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ക്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയ ശേഷം നമ്മൾ ആ ഒരു റിങ് മാത്രം ഒന്ന് സൂം ചെയ്ത് എടുക്കണം. സൂം ചെയ്ത് എടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡാർക്കൺ എന്ന് ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് ഡാർക്കൺ ആക്കുക. ഡാർക്കൺ ആക്കിയ ശേഷം നമ്മൾ ആ ഒരു തലയ്ക്ക് മീതെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇറേസർ ടൂൾ വെച്ചിട്ട് നമ്മളൊന്ന് മാറ്റി കൊടുക്കുവാണ്.
കണ്ടില്ലേ, തലയ്ക്ക് ജസ്റ്റ് ഒന്ന് മേളിലായിട്ട് വെച്ച ശേഷം നമ്മൾ ആ ഒരു ഇറേസർ ടൂൾ എടുത്ത ശേഷം നമ്മൾ അവിടെ ഒന്ന് ഇറേസർ വെച്ച് മാച്ചെടുക്കുവാണ്. ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് മാച്ചെടുത്ത ശേഷം വീണ്ടും നല്ല സൂം ഇൻ ചെയ്തിട്ട് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായി വൃത്തിക്കായിട്ട് നല്ലതും ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും. ഇനി നമുക്ക് എന്താണ് കിട്ടിയെന്ന് നോക്കാം, നമ്മൾ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത വർക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ദീപാവലി.